ഹായ് ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. അങ്ങനെ റീത്താമ്മ രണ്ടും കൽപ്പിച്ചിറങ്ങിയിരിക്കുകയാണ് കേട്ടോ. റീത്താമ്മ നേരെ വീട്ടിലേക്ക് പോയിട്ട് ആങ്ങളമാരെല്ലാവരെയും വിളിച്ചു കൂട്ടി കാര്യങ്ങളെല്ലാം അവതരിപ്പിക്കുന്നുണ്ട് കേട്ടോ. പൊടിപ്പും തൊങ്ങലും വെച്ചിട്ടാണ് കാര്യങ്ങളൊക്കെ പറയുന്നത്. അവൻ ഏതോ ഒരു പെണ്ണിനെ അവിടെ കൊണ്ട് പാർപ്പിച്ചിട്ടുണ്ട്, സ്വന്തം മകളാണെന്നൊക്കെ പറയുന്നത്. ആർക്കറിയാം, എന്തറിയാം. ഇനിയിപ്പോൾ അത് മാത്രമല്ല, അവന് ഈ സ്വത്തും കാര്യങ്ങളൊക്കെ അവൾക്ക് എഴുതി കൊടുക്കും എന്നിങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഫുള്ള് നെഗറ്റീവ് അടുപ്പിക്കുകയാണ് കേട്ടോ. അത് കേൾക്കുമ്പോൾ ആങ്ങളമാർക്കും തിളച്ചു പൊന്തുന്നുണ്ട്. അങ്ങനെ എത്രയും പെട്ടെന്ന് ഈ ഒരു കാര്യത്തിന് തീർപ്പാക്കണം എന്നും പറഞ്ഞിട്ട് അവരെല്ലാവരും കൂടെ പുളിക്കൽ തറവാട്ടിൽ നിന്ന് കുളത്തുപുഴയിലേക്ക് വരാനായിട്ട് പോവാണ് കേട്ടോ. കൂടെ തന്നെ പള്ളിക്കാരെയും പട്ടക്കാരെയും രാഷ്ട്രീയക്കാരെയും എല്ലാവരെയും ഒരു ബലത്തിന് അവർ കൂട്ടിയിട്ടുണ്ട്. എന്നിട്ട് റീത്തമ്മ പറയുന്നുണ്ട്, ഇന്ന് തന്നെ തീരുമാനമാക്കണം, എന്തായാലും ഒരു കാര്യത്തിൽ ഉറപ്പ് വരുത്തണം, അവൻ്റെ സ്വത്തുക്കൾ അത് 4 ഭാഗിക്കണം, എൽസമ്മയ്ക്കും മക്കൾക്കും അത് ഫുള്ളും കൊടുക്കണം. അവളിപ്പം എവിടുന്നോ കയറി വന്നതാണ്, സ്വന്തം മകളാണെന്ന് ആർക്കറിയാം. അതുപോലെ തന്നെ ഇനിയിപ്പോൾ ഇതുപോലെ ഭാര്യ മക്കളൊക്കെ ഇനി വരുമെന്ന് ആര് കണ്ടു, ഒന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഈ സ്വത്ത് മുതലൊക്കെ ഇവർക്ക് അവകാശപ്പെട്ടതാണ്, അതുകൊണ്ട് തന്നെ അത് ഇവർക്ക് തന്നെ വാങ്ങി കൊടുത്തേ പറ്റൂ. പിന്നെ അവൻ എന്ത് ചെയ്താലും ഒരു കുഴപ്പമില്ല എന്നൊക്കെ റീത്തമ്മ പറയുന്നുണ്ട്. കാരണം എന്തെന്ന് വെച്ചാൽ റീത്തമ്മയ്ക്ക് അവൻ്റെ സ്വത്ത് മുതലും പോകുന്നതിൽ നല്ല വിഷമമുണ്ടല്ലോ. കാരണം സ്റ്റാലിയുടെ ചെലവിലാണല്ലോ കഴിയുന്നത്. കുത്തിത്തിരിപ്പുകളും കുന്നായ്മകളൊക്കെ ഉണ്ടാക്കിയിട്ട് എൽസമ്മയെ തൻ്റെ വരുതിയിലാക്കി സ്റ്റാലി അയക്കുന്ന പണം കൊണ്ടാണല്ലോ ജീവിക്കുന്നത്. അതുകൊണ്ട് നല്ല സുഭിഷ്ടമായ ജീവിതമല്ലേ. ഇപ്പം അവിടെ വിള്ളൽ വീഴാൻ പോകുന്നു എന്നറിഞ്ഞപ്പോൾ റീത്താമ്മയ്ക്ക് തീരെ സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ എല്ലാവരെയും വിളിച്ചു കൂട്ടി പ്രശ്നം ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. കുട്ടികളാണെങ്കിൽ 3 പേര് അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. അവർ ഈ കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്, ആകെ തറഞ്ഞു നിൽക്കുകയാണ്. അവർക്ക് നല്ല വിഷമമുണ്ട്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെൽസയ്ക്ക് മാത്രമാണ് ഒരു സ്നേഹമായിട്ട് സ്റ്റാലിനോടുള്ളത്. ബാക്കി 2 പേരെയും റീത്താമ്മ തിരിപ്പിച്ച് വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് പപ്പയോട് മിണ്ടാനൊക്കെ പേടിയാണ്. അങ്ങനെ അവരിങ്ങനെ എല്ലാം കേട്ട് നിൽക്കുമ്പോൾ സ്റ്റീഫൻ ചോദിക്കുന്നുണ്ട് ടെൽസയോട്, നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ മോളെ, നിന്റെ പപ്പയും അമ്മയും കുറിച്ചാണ് ഈ പറയുന്നത്. അത് കേൾക്കുമ്പോൾ ടെൽസ മോളൊന്നും മിണ്ടുന്നില്ല കേട്ടോ. അപ്പോഴേക്ക് റീത്താമ്മ ഇടയിൽ കയറിയിട്ട് പറയുന്നുണ്ട്, അവർക്ക് എന്ത് പറയാനോ, അവർക്ക് ഞാൻ പറയുന്ന കാര്യങ്ങളെ ഉള്ളൂ. എൽസമ്മയും മക്കൾക്കൊക്കെ ഞാൻ പറയുന്ന കാര്യത്തിലപ്പുറം ഒന്നുമില്ല. അതുകൊണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ എല്ലാവരും കേൾക്കണം, നമുക്ക് അതുപോലെ തന്നെ ചെയ്യണമെന്ന് പറയാണ് കേട്ടോ. അപ്പോൾ സ്റ്റീഫൻ പറയുന്നുണ്ട്, നമ്മളിപ്പോൾ ഇത്രയൊക്കെ പ്രശ്നം ഉണ്ടാക്കി അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഒടുവിൽ സ്റ്റാൻലി ഇതിനൊന്നും വഴങ്ങിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? സ്റ്റാൻലിയുടെ സ്വത്തല്ലേ, സ്റ്റാൻലിക്ക് ഇഷ്ടം പോലെ ചെയ്യാലോ. അത് കേൾക്കുമ്പോൾ റീത്താമ്മ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടിട്ട് പറയുന്നുണ്ട്, ഒരിക്കലും അനുവദിക്കരുത്. എൽസമ്മയും മക്കളെയും കൊണ്ട് നമ്മൾ ആ വീടിൻ്റെ പടിപ്പുരയ്ക്കൽ സമരം ചെയ്യിപ്പിക്കണം, അങ്ങനെയെങ്കിലും സ്റ്റാൻലിയെ വരുതിയിലാക്കണം, അല്ലെങ്കിൽ കണ്ടവരൊക്കെ ആ സ്വത്ത് മുതൽ അടിച്ചുകൊണ്ട് പോകും. ഇതെൻ്റെ അനിയത്തിയും കുഞ്ഞുങ്ങളും അനുഭവിക്കാനുള്ള സ്വത്തുക്കളാണ്, അതൊരിക്കൽ കണ്ടവന്മാർക്ക് സൂഹിക്കാനുള്ളതല്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടാണ് കേട്ടോ റീത്താമ്മയ്ക്ക് തോന്നുന്നു. കാരണം ഈ 4 പേരും, അതായത് 4 ആങ്ങളമാരും വലുതായിട്ട് തനിക്കുള്ളത്ര ദേഷ്യത്തോടു കൂടെ നിൽക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്റ്റാലിനിയോട് ഈ കാര്യങ്ങൾ പറയുമ്പം മയത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും നടക്കത്തില്ലല്ലോ. അതുകൊണ്ടാണ് ഇവരെ ഇങ്ങനെ പിരി കയറ്റി വിടുന്നത്. എൽസമ്മയാണെങ്കിൽ ധ്യാനത്തിന് പോയതായിരുന്നു കേട്ടോ. അതുകൊണ്ട് എൽസമ്മയ്ക്കൊന്നും അറിയില്ല. അപ്പോൾ അവർ പറയുന്നുണ്ട്, എൽസമ്മ വന്നിട്ട് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞോളാം, എൽസമ്മ വരുന്നതിന് മുന്നേ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ഒത്തുതീർപ്പാക്കണം എന്നിങ്ങനെ റീത്താമ്മ പറയാണ്. റീത്താമ്മയ്ക്ക് നല്ല പേടിയുണ്ട്. കാരണം ഈ സ്വത്തൊക്കെ സ്റ്റാൻലി അവരോടുള്ള ദേഷ്യത്തിന് വാശിക്കും അത് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ ആകെ പെട്ടുപോയില്ലേ, പിന്നെ എന്ത് വെച്ച് ജീവിക്കും? ഒരു പണിക്കും പോകുന്നില്ല, സ്റ്റാൻലി ഊറ്റിയല്ലേ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ റീത്താമ്മയ്ക്ക് നല്ല ടെൻഷൻ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് പെട്ടെന്ന് ഈ കാര്യത്തിലൊരു തീരുമാനം ആക്കണം എന്നാണ് മനസ്സിൽ വിചാരിക്കുന്നത്. അതുകൊണ്ടാണ് എല്ലാവരെയും കൂട്ടിയും അതുപോലെ തന്നെ സ്റ്റാൻലിയോട് അവിടെ പോയി പ്രശ്നം ഉണ്ടാക്കിയൊക്കെ വരുന്നത്. പിന്നീട് കാണിക്കുന്നത് അലീനയാണ് കേട്ടോ. അലീനയാണെങ്കിൽ റൂമിൽ വിഷമിച്ചിരിക്കുകയാണ്. അവൾക്ക് ഫുഡ് കഴിക്കാനൊന്നും തോന്നുന്നില്ല. ഭയങ്കര സങ്കടമായിട്ട് അവളിങ്ങനെ ഇരിക്കുമ്പം സ്റ്റാൻലിക്ക് മനസ്സിലാവുന്നുണ്ട് അവളുടെ ഒരു മാറ്റം. അങ്ങനെ സ്റ്റാൻലി വന്ന് ചോദിക്കുന്നുണ്ട്, എന്താ മോളെ നിനക്ക് വയ്യേന്ന്. അപ്പോൾ അവൾ പറയുന്നുണ്ട്, പപ്പ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ എന്നിങ്ങനെ പറഞ്ഞിട്ട് സ്റ്റാൻലിയുടെ കണ്ണിലേക്ക് ഇങ്ങനെ നോക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, പപ്പ ഞാൻ ഇവിടുന്ന് പോയിക്കോളാം, ഞാനിവിടെ നിന്ന് കഴിഞ്ഞാൽ ഫുള്ള് പ്രശ്നമാണ്. ഇപ്പോൾ കണ്ടില്ലേ റീത്താമ്മ വന്ന് പ്രശ്നം ഉണ്ടാക്കിയത്, അവർക്ക് എന്നെ ഇവിടുന്ന് പുറത്താക്കണം, അതാണ് ലക്ഷ്യം. അവർ പറഞ്ഞതും കാര്യമല്ലേ, പപ്പയ്ക്ക് ഭാര്യ മക്കളുള്ളതല്ലേ, അപ്പം ഞാൻ കാരണം വെറുതെ എന്തിനാ പ്രശ്നമൊക്കെ വരുന്നത്, ഞാൻ പോയിക്കോളാം പപ്പ, എനിക്കൊരു കുഴപ്പമില്ല. അത് കേൾക്കുമ്പോൾ സ്റ്റാൻലി സങ്കടത്തോടെ പറയുന്നുണ്ട്, നീ എന്താ പറയുന്നത്? നിന്നെ ഞാൻ ഒരിക്കലും ഇവിടുന്ന് വിടില്ല. നിന്നെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നത് എനിക്ക് നിന്നെ നോക്കാൻ വേണ്ടിയിട്ടാണ്. ഇനിയുള്ള കാലം നീ എൻ്റെ കൂടെ ഉണ്ടാവണം അലീന. നീ പറയുന്ന പോലെയല്ല, റീത്താമ്മ ആദ്യം മുതലേ എൻ്റെ ജീവിതം നശിപ്പിച്ചതാണ്. ഞാൻ എന്നും ഇങ്ങനെ തന്നെയാണ് ജീവിച്ചത്. നീ പോയി എന്ന് വെച്ചിട്ട് ഇതിലൊരു മാറ്റം വരാൻ പോകുന്നില്ല. പിന്നെ ഞാനെല്ലാം ഫേസ് ചെയ്യും എന്നുള്ള ഉറപ്പിലാണ് ഞാൻ നിന്നെ അങ്ങോട്ട് കൊണ്ടുവന്നത്. അതുകൊണ്ട് എനിക്കൊരു പ്രശ്നം വന്നാൽ ഒരു കുഴപ്പമില്ല. അവരൊക്കെ ആദ്യം എന്നെ ചതിക്കുന്നവരാണ്, എൻ്റെ കൂടെ അവരാരും നിൽക്കാറില്ല, അവർക്കൊക്കെ എൻ്റെ പണം മാത്രം മതി. അങ്ങനെയുള്ളവർ എന്തിനാണ് ഈ പ്രശ്നത്തിൽ ഇടപെടുന്നത്? ഇത് എൻ്റെ മാത്രം കാര്യമില്ല എന്നൊക്കെ സ്റ്റാൻലി പറയുമ്പോഴും അലീനയ്ക്ക് വിഷമമാണ് കേട്ടോ. എന്നിട്ട് സ്റ്റാൻലി സങ്കടത്തോടു കൂടെ ചോദിക്കുന്നുണ്ട്, നീ പപ്പയുടെ കൂടെ നിൽക്കില്ലേ? അത് കേൾക്കുമ്പോൾ അലീനയ്ക്ക് ഭയങ്കര സങ്കടമാവുന്നുണ്ട് കേട്ടോ. അവളുടെ നെഞ്ഞു വിങ്ങി പൊട്ടുന്നുണ്ട്. അങ്ങനെ അവളാണെങ്കിൽ ആകെ പെട്ട അവസ്ഥയിലാണ്. കാരണം അവൾക്ക് ആ വീട്ടിൽ നിൽക്കാൻ പറ്റുന്നില്ല കേട്ടോ. ഇനിയിപ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങൾ വരും എന്നൊന്നും അവൾക്ക് ഊഹിക്കാൻ പറ്റുന്നില്ലല്ലോ. ഇതിപ്പം ആദ്യം തന്നെ അവൾ നെടുമ്പുരയ്ക്കിൽ പോയി അമ്മയുടെ ജീവിതത്തിലും പ്രശ്നം ഉണ്ടാക്കി വന്നതല്ലേ. അവിടെ ഇപ്പം അമ്മയ്ക്കാണ് അവൾ ഏറ്റവും കൂടുതൽ കണ്ടുകൂടാത്തത്. ഒരുപാട് പ്രശ്നങ്ങൾക്ക് ഒടുവിലല്ല എല്ലാവരും അവളെ സ്നേഹിക്കാൻ തുടങ്ങിയത് തന്നെ. എന്നിട്ട് പോലും അമ്മയ്ക്ക് അവളെ മനസ്സിലാക്കാൻ പോലും പറ്റിയില്ല. ഇനിയിപ്പോൾ വീണ്ടും പപ്പയുടെ ജീവിതത്തിൽ വന്നിട്ട് താനൊരു പ്രശ്നം ഉണ്ടാക്കാൻ പോകുമല്ലേ എന്നുള്ളൊരു സങ്കടം അവളെ വല്ലാതെ അങ്ങോട്ട്
അലട്ടുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ പപ്പയുടെ ഭാര്യ മക്കളൊക്കെ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ അവരെന്ത് വിചാരിക്കും, അവർക്ക് എത്രത്തോളം താങ്ങാൻ പറ്റും, ഇനി അവർ വന്ന് എന്തൊക്കെ പ്രശ്നം നടക്കും, ഇതൊക്കെ അവളെ ചുറ്റിപ്പറ്റി ഇങ്ങനെ മനസ്സിൽ വിങ്ങിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ അവൾക്ക് പപ്പ ചോദിച്ച ചോദ്യത്തിനൊരു ആൻസർ കൊടുക്കാൻ പറ്റുന്നില്ല കേട്ടോ. അപ്പോൾ അവൾ പറയുന്നുണ്ട്, എനിക്ക് ആരെയും തോൽപ്പിക്കണം എന്നൊന്നുമില്ല പപ്പയെ തോൽപ്പിക്കണമെന്ന് എനിക്കൊരു ആഗ്രഹമില്ല. എല്ലാവരും സമാധാനത്തോട് സന്തോഷത്തോടു കൂടെ ജീവിക്കണം, അത്ര മാത്രമേ എനിക്കുള്ളൂ. അതിനിപ്പോൾ ഞാനിവിടെ തടസ്സമാണ്, അതുകൊണ്ടാണ് ഞാൻ ഇവിടുന്ന് പോകാമെന്ന് പറയുന്നത്. അത് കേൾക്കുമ്പോൾ സ്റ്റാൻലി പറയുന്നുണ്ട്, നീ എനിക്കൊരു ഉറപ്പ് തരണം, എൻ്റെ കൂടെ എപ്പോഴും നീ ഉണ്ടാവുന്നു, എല്ലാ വിഷമഘട്ടത്തിലും നീ എൻ്റെ കൂടെ സപ്പോർട്ടായിട്ടുണ്ടാവുന്നു, അല്ലെങ്കിൽ നീയും എന്നെ ഒഴിവാക്കി കഴിഞ്ഞ് ഞാൻ ഒറ്റയ്ക്കായി പോകും അലീന എന്ന് പറയുമ്പോൾ സ്റ്റാൻലി ആകെ വിഷമിക്കുന്നുണ്ട് കേട്ടോ. അത് അവൾക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പം സ്റ്റാൻലി വീണ്ടും പറയുന്നുണ്ട്, നീ എൻ്റെ കൂടെ ഉണ്ടാവണം, ഒരു ഉറപ്പ് പോലെ സപ്പോർട്ടായിട്ട്, നീ എനിക്ക് വാക്ക് തരില്ലേ എന്ന് ചോദിക്കുമ്പോൾ അലീന ആകെ ഞെട്ടി നിൽക്കുകയാണ്. അവൾക്കൊന്നും പറയാൻ പറ്റുന്നില്ല. പിന്നീട് അവൾ നല്ല മനസ്സോടുകൂടെ പപ്പയ്ക്ക് കൈ കൊടുക്കുകയാണ് കേട്ടോ. ഞാൻ പപ്പയെ വിട്ട് എങ്ങും പോകില്ല, ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും എന്നുള്ളത്. കാരണം അവൾക്ക് അറിയാം സ്റ്റാൻലി എത്രത്തോളം വിഷമിക്കുന്നുണ്ടെന്ന്. അപ്പോൾ ഇനി അവളും കൂടെ പോയി കഴിഞ്ഞാൽ സ്റ്റാൻലിയുടെ ലൈഫും എന്തായാലും വിഷമത്തിലേക്കായിരിക്കും പോവുക. ആ ഒരു കാരണം കൊണ്ട് തന്നെ അവൾ പപ്പയ്ക്ക് കൈ കൊടുക്കുന്നുണ്ട്. അപ്പോൾ സ്റ്റാൻലിക്ക് നല്ല സന്തോഷമാകുന്നുണ്ട് കേട്ടോ. അങ്ങനെ സ്റ്റാൻലി പറയുന്നുണ്ട്, ഞാനൊരു കാര്യം പറയാം, ഇനി ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരിക്കും, പള്ളിക്കാരും പട്ടക്കാരും രാഷ്ട്രീയക്കാരും എല്ലാവരും വരും, അവരൊരുപാട് നിന്നെ കുറ്റപ്പെടുത്തും, വിചാരണ ചെയ്യും, നിന്നെ ഒറ്റയ്ക്ക് വിളിച്ചു വരുത്തി കാര്യങ്ങൾ ചോദിക്കും. പക്ഷെ അപ്പോഴൊന്നും നീ പതറരുത്, നിനക്ക് ഞാനുണ്ട്, നിൻ്റെ കൂടെ ഞാൻ എപ്പോഴും ഉണ്ടായിരിക്കും, അപ്പോഴും നീ പപ്പയ്ക്ക് സപ്പോർട്ടായിട്ട് നിൽക്കണം. അത് കേൾക്കുമ്പോൾ അവൾ ഒരു പുഞ്ചിരിയോട് കൂടെ എന്നാലൊരു വിഷമത്തോടു കൂടിയും പപ്പയോട് പറയുന്നുണ്ട്, പപ്പ ഒരിക്കലും വിഷമിക്കേണ്ട, ഞാൻ പപ്പയുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കും, പപ്പ എന്ന് എന്നോട് ഇവിടുന്ന് ഇറങ്ങാൻ പോകാൻ പറയുന്നു അന്ന് ഞാൻ ഇവിടുന്ന് പോകും പോരെ എന്ന് പറയുമ്പോഴേക്കും സ്റ്റാൻലിക്ക് നല്ല ആശ്വാസമാവുന്നുണ്ട്. അപ്പോൾ സ്റ്റാൻലി പറയുന്നുണ്ട്, ഇനി നിൻ്റെ കൂടെ എന്തിനും ഞാനുണ്ടായിരിക്കും, നിനക്ക് എന്ത് പ്രശ്നം വന്നാലും ഈ പപ്പ ഉണ്ടായിരിക്കും നിൻ്റെ കൂടെ എന്ന് പറഞ്ഞിട്ട് സന്തോഷത്തോടു കൂടെ അവൾക്ക് കൈ കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അവൾ പറയുന്നുണ്ട്, പപ്പ എനിക്ക് വേറൊരു പ്രശ്നമില്ല ഇവിടെ നിൽക്കാൻ, പക്ഷെ പപ്പയുടെ ജീവിതം അത് നശിക്കരുത്, അത് മാത്രമേ എനിക്ക് ആഗ്രഹമുള്ളൂ. പപ്പയ്ക്കൊരു കുടുംബം ഉള്ളത്തില്ല, അപ്പം ഞാൻ കാരണം അവിടെ ഒരു വിള്ളൽ വരരുത്, അതാണ് എൻ്റെ ആഗ്രഹം, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ പറയുന്നത്. അപ്പോൾ സ്റ്റാൻലി പറയുന്നുണ്ട്, മോളതൊന്നും ആലോചിക്കേ വേണ്ട, ഇനി എന്ത് പ്രശ്നം വന്നാലും പപ്പ ഉണ്ടായിരിക്കും, ഞാൻ എല്ലാം നേരിടും, നീ എൻ്റെ കൂടെ കട്ടക്ക് നിന്നാൽ മതി, വേറൊരു കാര്യം നീ ആലോചിക്കേണ്ട, ഇനി ഞാൻ നിന്നെ ഒറ്റയ്ക്ക് ജീവിക്കാൻ സമ്മതിക്കില്ല മോളെ, ഇത്രയും കാലം നീ എൻ്റെ കൂടെ ആയിരുന്നില്ലല്ലോ, നീ ഒറ്റയ്ക്കായിരുന്നില്ല ജീവിച്ചത്, ഇനി നിനക്ക് ആ ഒരു ജീവിതം വേണ്ട, ഇനി നിൻ്റെ കൂടെ എന്തിനും പപ്പ ഉണ്ടായിരിക്കും, എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമുക്ക് ഒറ്റയ്ക്ക് നേരിടാം എന്നൊക്കെ പറഞ്ഞിട്ട് സ്റ്റാൻലി ഇങ്ങനെ സന്തോഷത്തോടെ ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവളും വാക്ക് കൊടുക്കുന്നുണ്ട്, പപ്പ ഒന്നുകൊണ്ടും മേടിക്കണം, പപ്പയുടെ കൂടെ ഞാനുണ്ടായിരിക്കും എന്നിങ്ങനെ പറഞ്ഞിട്ട് അച്ഛനും മോള് നന്നായിട്ട് ഹാപ്പി ആയിട്ട് നിൽക്കുകയാണ്. ഈ സമയത്ത് ഇവരെ ഫുള്ള് വാച്ച് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ പൗലോസും ആൻ്റപ്പനൊക്കെ. പക്ഷേ ആൻ്റപ്പനൊന്നും പറയുന്നില്ല, എങ്കിൽ പോലും പൗലോസ് എല്ലാ കാര്യങ്ങളും റീത്താമ്മയെ വിളിച്ച് വള്ളി പുള്ളി തെറ്റാതെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. റീത്താമ്മയാണെങ്കിൽ ആ കാര്യങ്ങളെല്ലാം അവിടെ ഉള്ള എല്ലാവരെയും അറിയിക്കുന്നുമുണ്ട്. അപ്പോഴേക്കും എൽസമ്മ ധ്യാനം കഴിഞ്ഞിട്ട് വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ എൽസമ്മയോട് കാര്യങ്ങളെല്ലാം അവർ പറയുമ്പം എൽസമ്മയ്ക്ക് ഒരു താല്പര്യമില്ല കേട്ടോ. അപ്പോൾ എൽസമ്മ പറയുന്നുണ്ട്, എനിക്കതിനൊന്നും വയ്യാന്നാണ് പറയുന്നത്. ആ ഒരു രീതിക്കാണ് അവർ ഒഴിഞ്ഞു മാറുന്നത്. എൽസമ്മയ്ക്ക് അവിടെ പോയി നിൽക്കാനോ സ്റ്റാൻലി ആയിട്ട് വഴക്ക് കൂടാനോ അല്ലെങ്കിൽ അവകാശം സ്ഥാപിക്കാനോ ഒന്നിനൊരു ആഗ്രഹമില്ല. എൽസമ്മയുടെ ഈ ഒരു തണുത്ത മട്ട് കാണുമ്പോൾ റീത്താമ്മയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്, എല്ലാം കൈവിട്ട് പോകുന്ന പോലെ തോന്നുകയാണ് കേട്ടോ. എന്നിട്ട് റീത്താമ്മ പറയുന്നുണ്ട്, നിനക്ക് വേണ്ടെങ്കിലും എനിക്ക് വേണം, കാരണം നീ എൻ്റെ അനിയത്തിയാണ്, ഇവരെൻ്റെ അനിയത്തിയുടെ മക്കളാണ്, എൻ്റെ മക്കളെ പോലെയാണ്, അപ്പോൾ ഇവർക്ക് കിട്ടേണ്ട സ്വത്തും കാര്യങ്ങളൊക്കെ വേറെ എവിടുന്നോ കയറി വന്ന് അവൾക്ക് കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല, എന്തായാലും ഇതിനെതിരെ നമുക്ക് എന്തായാലും പ്രശ്നം ഉണ്ടാക്കിയേ തീരൂ എന്നൊക്കെ പറയുമ്പോൾ പോലും എൽസമ്മയ്ക്ക് ഒരു പ്രതികരണവും ഇല്ല കേട്ടോ. എൽസമ്മയ്ക്ക് എന്തോ സ്റ്റാൻലിയോട് പോയിട്ട് വഴക്കുണ്ടാക്കാനോ അവിടെ നിൽക്കാനോ ഒന്നും ആഗ്രഹമില്ല. ഒരു തണുത്ത മട്ടിൽ അവരുടെ ജീവിതം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എല്ലാം തീരുമാനിക്കുന്ന റീത്താമ്മയല്ലേ. റീത്താമ്മ ഇടയിൽ കയറി പ്രശ്നം ഉണ്ടാക്കിയതുകൊണ്ട് തന്നെ എൽസമ്മയ്ക്ക് അങ്ങനെ ജീവിതത്തിനോടൊരു പ്രത്യേക ഇഷ്ടങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ധ്യാനവും പ്രാർത്ഥനയായിട്ട് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാണ് കേട്ടോ ജീവിതം. റീത്താമ്മ ആണെങ്കിൽ പിന്നെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. സ്റ്റാൻലിയുടെ തോട്ടങ്ങളും അതുപോലെ തന്നെ റബ്ബർ തോട്ടം ബാക്കി കാര്യങ്ങളെല്ലാം നമുക്ക് 5 വീതിക്കണം, അതിൽ 4 ഭാഗവും നിങ്ങൾക്ക് തന്നെ തരണം എന്നാണ് എൻ്റെ ആഗ്രഹം. അതേ നടത്തിപ്പിക്കും, അത് തീരെഴുതിയേ പറ്റൂ, അല്ലെങ്കിൽ ഏതോ വലിഞ്ഞു കയറി അലവലാതിക്കൊന്നും കൊടുക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. ഇനിയിപ്പോൾ എത്ര എണ്ണം അങ്ങനെ ഉണ്ടെന്ന് ആർക്കറിയാം. അപ്പോൾ നിങ്ങൾ അനുഭവിക്കേണ്ട സ്വത്തുക്കൾ നിങ്ങൾക്ക് തന്നെ കിട്ടണം. ഇതെന്തായാലും ഞാൻ വിട്ടു പോകാൻ ഒരിക്കലും ഉദ്ദേശിക്കുന്നില്ല. അവളെ എന്തായാലും ആ വീട്ടിൽ നിന്ന് അടിച്ചിറക്കണം, ആട്ടി ഓടിക്കണം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എൽസമ്മ. എന്നിട്ട് പോലും ഒരു ഭാവഭേദവും ഇല്ലാതെ അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. എൽസമ്മയ്ക്ക് ഒരു താല്പര്യമില്ലാന്ന് റീത്താമ്മയ്ക്ക് മനസ്സിലായതുകൊണ്ട് തന്നെ റീത്താമ്മയ്ക്ക് നല്ല ദേഷ്യം എൽസമ്മയോട് വരുന്നുണ്ട്. അങ്ങനെ റീത്താമ്മയാണെങ്കിൽ പള്ളിക്കാരെയും പട്ടക്കാരോടൊക്കെ ഈ കാര്യങ്ങളൊക്കെ ധരിപ്പിച്ചിട്ട് അലീനയെ പുറത്താക്കാനായിട്ട് സ്റ്റാൻലിയുടെ വീട്ടിലേക്ക് കുളത്തുപുഴയിലേക്ക് പോവാണ് കേട്ടോ എല്ലാവരും കൂടെ. എന്തായാലും അലീനയ്ക്ക് കഷ്ടകാലം തന്നെയാണ്. സ്റ്റാൻലി എത്ര കൂടെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇവരുടെ കുത്തുവാക്കുകളും വിചാരണകളൊന്നും അവൾക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റില്ല. പക്ഷേ നമുക്കറിയില്ല അവളത് നേരിടില്ല എന്നൊക്കെ ഉള്ളത്. എന്തായാലും ഇനിയുള്ള വരും എപ്പിസോഡുകളിൽ അലീന കുറച്ചുകൂടെ സ്ട്രോങ് ആവട്ടെ, എങ്കിൽ അവൾക്കവിടെ പിടിച്ചു നിൽക്കാൻ പറ്റൂ. അപ്പം അടുത്ത റിവ്യൂ കാണാനായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, ബൈ, താങ്ക്